ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് വട്ടയപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പമാണ്, എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിതിലേക്ക് വേണ്ട അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ അരി നന്നായിട്ട് കഴുകി കുറച്ച് സമയം വെള്ളം ഒഴിച്ച് വെച്ച് കുതിർത്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 തേങ്ങയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. നമുക്ക് എത്ര മധുരം വേണമെന്ന് വെച്ചാൽ അത്രയും പഞ്ചസാര. ഇനിയിപ്പോൾ അഥവാ മധുരം വേണ്ടെങ്കിൽ മധുരം ഇല്ലാതെയും ചെയ്തെടുക്കാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരല്പം ഉപ്പ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കൈപ്പിടി ചോറും കൂടെ വേണം. ചോറ് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങയൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയുടെ കൂടെ പഞ്ചസാരയും ഒരു 2-3 ഏലക്കായും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല, എന്നാലും ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തു. ഏലക്കയുടെ കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക തൊലി കളഞ്ഞ് അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ടും വരാം. ഇപ്പോൾ കണ്ടില്ല, ഈ തേങ്ങ ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും അരഞ്ഞു വന്നിട്ടില്ല, എന്നാലും ഒന്ന് ഒതുക്കി എടുത്തേക്കുവാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഒരുമിച്ച് അരയ്ക്കാൻ പറ്റില്ല, അപ്പം നമുക്ക് 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഈസ്റ്റ് ഞാൻ പൊങ്ങാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല. ഈ അരിയുടെ കൂടെ തന്നെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അരിയിലേക്ക് തന്നെ ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു കൈപ്പിടി ചോറ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചോറ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇനി ഈ അരി മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പം അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, അധികം തരിയൊന്നുമില്ല, നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റുന്ന സമയത്ത് വലിയ പാത്രം തന്നെ എടുക്കണം. മാവ് നമ്മൾ കുറച്ച് സമയം വെക്കുമ്പം പൊങ്ങി വരും, നല്ലോണം പൊങ്ങി വരും. അപ്പം നമ്മൾ തൂവി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇതിനകത്തേക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. തവിയായിട്ട് നന്നായിട്ട് ഇളക്കി പാകമൊക്കെ നോക്കണം. ഈ ഒരു പരുവാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഒരുപാട് ലൂസായി പോകരുത്, അധികം തിക്കായി പോവുകയും ചെയ്യരുത്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി മധുരം ഉപ്പൊക്കെ എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അതെല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. പൊങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും ഇതിനകത്തേക്ക് ഇടരുത്. നമ്മളൊരു 4-5 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെച്ച് അതിന് ശേഷം നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പോ മധുരമോ ഒന്നും ചേർക്കരുത്. ഈ സമയത്ത് തന്നെ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം പാകത്തിന് ചേർത്ത് വയ്ക്കണം. അപ്പം മധുരം എല്ലാം പാകമാണ്. ഇനി നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരു 3-4 മണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് എടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനൊരു 4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ആകെ 4 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. 4 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നു. ഇനി ഞാൻ ഇതുപോലത്തെ പാത്രത്തിലാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പാത്രം എടുത്തിട്ട് ഒരല്പം എണ്ണയോ മറ്റോ തടവി കൊടുക്കാം. എണ്ണയോ മറ്റോ തടവി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ വട്ടയപ്പം വിട്ട് കിട്ടും. ഇനി ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രം ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തേക്കുവാണ്. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഈ പാത്രം ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിനകത്തേക്ക് മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ മാവ് കോരുന്ന സമയത്ത് തവി അടിയിലേക്ക് പോവാതെ മേളിൽ നിന്ന് മാത്രം കോരിയെടുക്കണം. മേളിൽ നിന്ന് കോരിയെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. മാത്രമല്ല അടിയിലെത്തുന്നത് വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മൾ അടിയിൽ നിന്ന് കോരുവാണെങ്കിൽ ആദ്യം ഉണ്ടാക്കുന്ന അപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അടിയിലേക്ക് വരുമ്പം ഹാർഡായി പോവും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ മേളിൽ നിന്ന് തന്നെ കോരിയെടുക്കണം. അങ്ങനെ കോരിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പം ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചാൽ മതി. പൊങ്ങി വരുമ്പം പാത്രം ഫുള്ളായി വരും. അതുകൊണ്ട് 1/4 ഭാഗത്തോളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ കോരിയ തവി ആ മാവിനകത്ത് തന്നെ ഇട്ട് വെക്കരുത്, മാറ്റി വെക്കണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം നന്നായിട്ട് വെന്ത് വരും. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തും വരും. അപ്പം നമുക്ക് ഇതങ്ങ് മാറ്റാം. തണുത്തതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് എടുക്കാവുള്ളൂ. നമുക്ക് 2 പാത്രങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണം മാറ്റി വെച്ച് അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതിലും മാവ് കോരി ഒഴിക്കാം. അപ്പം ഞാൻ രണ്ടാമത്തതും കൂടെ വെച്ചിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ വേവാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് കുറച്ച് സമയം അടച്ച് വയ്ക്കാം. അപ്പം നേരത്തെ നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന അപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് വിടുവിച്ചാൽ മതി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കണ്ടില്ല, നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് വട്ടയപ്പമാണ്. മധുരം ഇടാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറിയെല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ വട്ടയപ്പം ശരിയാകാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ശരിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.